കാണുമ്പോഴേ ഇതൊരു ചെറിയ സോളാർ പാനൽ ആണ്. എങ്കിലും ഈ ഒരു സാധനം നമ്മൾ എടുത്തിട്ട് ഒരു 1.5 ഇഞ്ചിന്റെ പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ നല്ല അടിപൊളി ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, അതും യാതൊരുവിധ വയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ സാധനം വർക്കാവും. ഇതിനകത്ത് ഉള്ളിൽ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ട്, പുറത്ത് എവിടെ കണ്ടോ സോളാർ പാനലും ഉണ്ട്. ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കറണ്ടും വേണ്ട, അതുകൊണ്ട് യാതൊരുവിധ കണക്ഷനും വേണ്ട. ഈ ഒരു ലൈറ്റ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ടീംസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറുമാണ് ഇവിടെ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലൈറ്റ് നമുക്ക് അവർ അയച്ചു തന്നിരിക്കുന്നത്. യാതൊരുവിധ ഡാമേജും ഇല്ലാണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന ഈ ഒരു ലൈറ്റിന് 1 വർഷത്തിനുള്ളിൽ യാതൊരുവിധ ഫിസിക്കൽ ഡാമേജും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒന്നെങ്കിൽ സർവീസ് ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഈ ഒരു സാധനം മാറ്റി കൊടുക്കുന്നതാണ്. ലൂമറിക്സ് ഇന്നോവേഷൻ്റെ ഈ ഒരു 90 വാട്ട്സിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ നമുക്കേ കാണാൻ സാധിക്കും, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന LED ഒരു കുഴിയിലേക്ക് ഇറങ്ങി ഇരിക്കുകയാണ്. അതിനാൽ ഇത് പ്രകാശിക്കുമ്പോൾ ഒരു ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. മച്ചന്മാരെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ ഒരു ലൈറ്റിൽ നമ്മൾ മോഷൻ സെൻസർ ഓണാക്കി കഴിഞ്ഞാൽ 30% ബ്രൈറ്റ്നസ്സിലായിരിക്കും കത്തുന്നത്. അവിടെ എന്തെങ്കിലും മനുഷ്യനോ മൃഗങ്ങളോ വാഹനമോ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ പ്രകാശത്തിലേക്ക് പോകുന്നതായിരിക്കും. നല്ല അടിപൊളി വട്ടമാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ ഒക്കെ ലൈഫ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന 4 സ്ക്രൂ അഴിച്ചു മാറ്റിയാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ കാണുന്ന 4 നെട്ടും ബോൾട്ടും അഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മുതൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. 3.2 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ മുകളിൽ കാണുന്ന ഒരു 6 വോൾട്ടിൻ്റെ സോളാർ പാനലും സെറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സെറ്റപ്പ്. പിന്നെ ആണെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഈ ഒരു ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നുള്ളൂ. പിന്നെ ആണെങ്കിൽ ഞാനിത് ഉപയോഗിക്കുന്നത് 5 മണിക്കൂർ ഫുൾ ബ്രൈറ്റ്നസ്സിലും അതിനുശേഷമാണെങ്കിൽ വെട്ടം കുറവുള്ള രീതിയിലാണ്. കാരണം ഒരു രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഇതിന് നല്ല വെട്ടമുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരൊക്കെ ലൈറ്റ് ഓഫ് ആക്കുമ്പോഴേ അവിടെയുള്ള പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അത് ഒരു പണിയാണ്. ഞാൻ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് ഈ ഒരു ലൈറ്റ് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ലൈറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയയിലേക്ക് ഈ ഒരു വെട്ടം പോകുന്നുണ്ട്. തൊട്ട് താഴെയൊക്കെ നല്ല അടിപൊളി പ്രകാശമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ആണെങ്കിൽ നമ്മൾ മോഷൻ സെൻസറൊക്കെ നല്ല പക്ക വർക്കിംഗ് ആണ്. ഇതിൻ്റെ ചോട്ടിൽ വന്നു കഴിയുമ്പോൾ അപ്പം കത്തുന്നതാണ്. ഞാൻ 5 മണിക്കൂർ ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്താൻ പോയതാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ആ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഓണാക്കാനും ഓഫാക്കാനും ടൈമർ സെറ്റ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലുള്ള ടീംസിനാണ് ഈ ഒരു ലൈറ്റ് വെക്കുന്നത്. 3800 രൂപയ്ക്കാണ് അവർ ആമസോണിൽ വെക്കുന്നത്. പക്ഷെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവരുടെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. 3290 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. 1 ഇയർ വാറണ്ടി ലഭിക്കുന്ന ഈ ഒരു ലൈറ്റ്. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.